ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ നമ്മൾ നന്ദിനിപ്പാൽ ലോഡ് ഇറക്കിയതാണ്. ഇറക്കിയിട്ട് നമുക്ക് അടുത്ത ലോഡ് നമുക്ക് സെറ്റ് ചെയ്ത് കല്ലിൻ്റെ ലോഡാട്ടോ. അതായത് താണ്ടൂരിൽ നിന്നാണ്, തെലങ്കാന താണ്ടൂരിൽ നിന്ന്. അപ്പോൾ നമ്മളെ ലോഡിങ്ങിന് വണ്ടി നിർത്തിയിട്ടുണ്ട്, ലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് രാത്രിയാണ് ലോഡ് സെറ്റായത്. അപ്പോൾ രാത്രി തന്നെ വണ്ടി എടുത്ത് വിട്ട് ഒരു 12 മണി ഒക്കെ ആയപ്പോൾ നമ്മളിവിടെ സൈറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. താണ്ടൂർ കല്ലാണ്. മുറ്റത്തൊക്കെ വിരിക്കണ കല്ലാണ്. മെഷീൻ്റെ ഒച്ചയാണ്, ഭയങ്കര ഒച്ച മെഷീൻ. ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ടോയെന്ന് തന്നെ ആവും. അപ്പോൾ നമ്മൾ ലോഡിങ് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് അടുക്കി പെറുക്കി ഇങ്ങനെ വെക്കുന്നുണ്ട്. കണ്ടോ, ബാക്കിൽ അട്ടി കുറച്ച് വെക്കും, അതിങ്ങനെ കൊടുന്ന് വെക്കുന്നുണ്ട്. ഇതൊക്കെ മെഷീനാണ് കല്ല് സൈസാക്കാൻ. അതോടെ ഇങ്ങനെ തുടച്ച് എനിക്ക് സൈസാക്കുന്നുണ്ട്. ഇവിടെ ഒരു മെഷീനുണ്ട്. എൻ്റെ കൊച്ചുകൊണ്ടേ നമ്മൾ പറഞ്ഞത് തന്നെ കേൾക്കണില്ല. ഇപ്പോൾ ചെറുതും വലുതുമായി പല സൈസിലുള്ള കല്ലുകളുണ്ട്. നമുക്ക് നാട്ടിലേക്ക് എങ്ങോട്ടാണെന്നുള്ള കറക്റ്റ് പിന്നെ ഇത് കിട്ടിയില്ല. ഇനി ലോഡ് കയറ്റി അഡ്രസ്സ് കിട്ടുമ്പോൾ നമുക്ക് അറിയില്ല എവിടെയാണ് കറക്റ്റ് പോയിട്ടില്ല. മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് അങ്ങനെയൊക്കെ ആവും, എന്താണെന്ന് അറിയില്ല. ഇവിടെ ഉള്ളതാണ് ലോഡ്. അപ്പോൾ ഇത് രണ്ടാമത്തെ സൈറ്റാണ് കേട്ടോ, രണ്ടാമത്തെ സ്ഥലമാണ്. അവിടെ എത്തിയിട്ടുണ്ട്. കുറേശ്ശെ ഉണ്ടാവുള്ളൂ, 100-150 കല്ല് അങ്ങനെ ഓരോ സൈറ്റിൽ അങ്ങനെ എടുക്കണതായിക്കാറ്. ഇത് വേറൊരു സൈറ്റാണ്. ഇവിടെയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. മെഷീൻ്റെ ഒച്ചയും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇനി അപ്പുറത്ത് വേറെ സൈറ്റുകൾ കണ്ട് അവിടുന്ന് ഒച്ചമേളിയൊക്കെ കേൾക്കുന്നുണ്ട്. ചെറിയ പീസുകൾ പല സൈസിൽ പല വലുപ്പത്തിൽ അടുക്കി പെറുക്കി ഇങ്ങനെ വെച്ചിരിക്കണം. ഇനിയിപ്പോൾ ഇവിടുന്ന് എത്ര പീസാണെന്നാവും. അതൊക്കെ കൂട്ടിയിട്ടിരിക്കണം, പൊട്ടിച്ചത് ബക്ക് സൈസാക്കിയതാണ്. ആണല്ലേ, ഇപ്പം നമ്മളെ കയറുന്ന പീസുകൾ. അവിടെയൊക്കെ തൊടുവിലൊക്കെ അതാ കൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒക്കെ ഉണ്ട്. അതൊക്കെ വേറെ ആർത്തിലേക്ക് അയക്കാറും ഓരോരോ കമ്പനിക്കാർ, ഓരോരോ ആൾക്കാർ. ഇന്നലെ വരുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ ഡമ്മി ടയറിന് ഒരു ബോൾട്ട് കയറി പണിയിട്ട്, ട്യൂബ്ലെസ്സാണ്. അപ്പോൾ പിന്നെ രാവിലെ നമ്മളൊരു ഷോപ്പിൽ കഴിച്ച് കൊടുത്തിട്ടുണ്ട് ടയറിൻ്റെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഡമ്മി വീൽ എടുത്തുകൊണ്ടാണ് നമ്മൾ ഹൗസിങ് ഇട്ടിട്ടുണ്ട്. ഇതല്ല ലിഫ്റ്റ് ഇവിടെ സെക്കൻഡ് ഡമ്മിക്ക് ഇട്ടിട്ടുണ്ട്, ബാക്ക് ഡമ്മിക്ക് ഫ്രണ്ട് ഡമ്മി എടുത്തിട്ട്. ഇത് കഴിക്കണേൽ കുറച്ച് പണിയെടുക്കണം. അപ്പോൾ എന്തായാലും അത് അയച്ച് കയറ്റും, മകൻ ഇട്ടും വേണം. അപ്പോൾ ലോഡ് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ചേഞ്ച് ചെയ്യാം. ആരെ അക്കൗണ്ടൊക്കെ എൻ്റെ അക്കൗണ്ടൊക്കെ എൻ്റെ അക്കൗണ്ട് കിട്ടുള്ളൂ. എൻ്റെ അക്കൗണ്ട് കാലിയാണ്. കല്ലോ ഇതിൽ നിന്ന് 4 കല്ല് കയറ്റിട്ടാലോ നിൻ്റെ അക്കൗണ്ടൊക്കെ? നിങ്ങളെ ഞാൻ തല്ലു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സൈറ്റത്തെ ലോഡിങ് കഴിഞ്ഞേക്കണം. പിന്നെ അടുത്തൊരു സൈറ്റ് കൂടി, ഒരു സൈറ്റ് കൂടി മതിയാവും കരുതുന്നുണ്ട്. ഏകദേശം 13 അയക്കണ ലോഡ്. മൂന്നാമത്തെ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. 2 പോയിന്റ് കഴിഞ്ഞ് മൂന്നാമത്തെ പോയിന്റ്. ഇവിടുന്ന് കുറച്ചുള്ളൂ, 4 പോയിന്റ് ഉണ്ട്. അടുത്തൊരു പോയിന്റ് കൂടി ഉണ്ടെന്നാണ് പണിക്കാർ പറഞ്ഞത്. പിന്നെ ഒരു സ്ഥലത്ത് കൂടി പോകേണ്ടി വരും. ഇവിടെ വേറെ വണ്ടി വന്നിട്ടുണ്ട്. ഈ പോയിന്റ് എന്നാണ് കയറ്റുള്ളത് തോന്നുന്നു. നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം വണ്ടി അവർക്കുള്ളിൽ കയറാൻ. പിന്നെ അടുത്തൊരു പോയിന്റിൽ പോയാൽ നമ്മൾ ലോഡ് ഫുള്ളാവുള്ളൂ തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പണിക്കാർ പറഞ്ഞത്. ഇവിടെ ലോഡിങ് നടന്നുകൊണ്ട് നിൽക്കുകയാണത്.
ചെറിയൊരു കമ്പനിയാണത്. നടന്നുകൊണ്ടിരിക്കുകയാണ് ലോഡിങ്. ആ പൊന്തിച്ച് വെച്ച പീസ് അങ്ങനെ വണ്ടി ഇളകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇറങ്ങി സീറ്റിംഗ് ആവും. അങ്ങനെ വെച്ചേക്കണത്. ഇതാണപ്പോൾ നമ്മളെ ലാസ്റ്റ് സൈറ്റ്. ഇവിടുന്ന് ഫുള്ളാവും വണ്ടി. ലാസ്റ്റ് ബാക്കിലെ ലാസ്റ്റ് അട്ടി വെച്ചുകൊണ്ടിരിക്കും. മുമ്പിൽ നല്ലൊരു പാടമൊക്കെ ഉണ്ട്. അടിപൊളി ഒരു പാടം. ഇതാണ് അവസ്ഥ. ഇങ്ങനെയാണ് കല്ല് ഓരോരോ ലൈനായിട്ട് ലാസ്റ്റ് അട്ടിയിലാണ്. ഓരോ അട്ടിയിലുള്ളതിൻ്റെയും എണ്ണം ഇതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ ലോഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ടയറുംകടയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ടയർ വിറ്റാക്കണം. പണി കഴിഞ്ഞ് വെച്ചിക്കണ്. അപ്പോൾ ഇവിടെ തന്നെ വലുതിൽ സർവീസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഒന്ന് ചേസിന് മാത്രമൊക്കെ ഒന്ന് വെള്ളം അടിപ്പിച്ചു. ഒരുപാട് ചളി മണ്ണുണ്ട്, നിറച്ച് മണ്ണുണ്ട്. അപ്പോൾ അതൊന്നും വെള്ളം അടുപ്പിച്ചു. ഞാൻ ടയർ കൊടുക്കിയാലേ നമുക്കങ്ങനെ പതുക്കെ ഉരുളാം. അത് വെള്ളം അടിച്ച സ്ഥിതിക്ക് ഗ്രീസ് ഒന്നും എടുക്കണം. ഗ്രീസ് ഉണ്ട്. അപ്പോൾ ടയർ ഫിറ്റാക്കണം. സൈഡ് മേ ജാൻദേ ചേർക്കൂടെ പോകാൻ ദിനറാലിയാണ്. കൊടി എന്തോ ഒരു വലിപ്പമാണ് കൊടി. മീലാദ് റാലി നാട്ടുകൂടെ പോണമായിരിക്കും തന്നെ. നാട്ടിലൊന്ന് തേടാക്കോ മക്കൾസ്. എത്ര ആഘോഷമായില്ലേ. വരെ പോകാൻ വിടൂലേ. മോളല്ലേ പൊടിയും മോളയും എല്ലാം കൂടി താങ്ങിയ പോന്നു വെച്ചു. അങ്ങനെ വലിപ്പമുണ്ട് പൊടിയൊക്കെ. റോഡ് അതല്ല അടിപൊളി ഉണ്ടാക്കിച്ചുള്ള. ചില അങ്ങാടികൾ മാത്രം അങ്ങനെ വിട്ടുക്കണം. ആ റാലി പോണ അങ്ങാടി ഉണ്ടില്ല, ചെറിയ അങ്ങാടി. അപ്പോൾ ബാംഗ്ലൂർ ഹൈവേയിലാണ്. ഒരു ഈവനിങ് ചായ കുടിച്ചാണ്ട് തെറ്റിയതാണ്. ലാസ്റ്റ് ഇരുട്ടായോ എന്നൊരു സംശയം. ഈവനിങ് ചായക്ക് കടി എള്ളുമിട്ടായി. കാക്കാൻ്റെ ഓരോ ലീലാവിലാസങ്ങൾ. പിന്നെ നമുക്ക് അടുത്തത് കിട്ടുക കർണൂല് കിട്ടും. കുർണൂൽ ചായ കുടിച്ചിട്ടോ എന്നിട്ട് അങ്ങനെ പോവാം. അപ്പോൾ നമ്മളെ യാത്ര കർണാടക ആന്ധ്ര ബോർഡറിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ബോർഡറിൽ നിന്ന് കുറച്ച് ഡീസൽ അടിക്കാമെന്ന് കരുതി. നമ്മൾ ഹൈദരാബാദ് പോയപ്പോൾ ഇവിടുന്ന് ഡീസൽ ഫുള്ളാക്കി പോയതാണ്. അപ്പോൾ ഇവിടുന്ന് ലേശം കുറച്ച് അടിച്ചിട്ടുള്ളൂ, 100 ലിറ്റർ അടിച്ചിട്ടുള്ളൂ. ഇവിടെയൊക്കെ വില കൂടുതലാണ്. കർണാടക എന്നതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ശ്രീരംഗപട്ടണത്തിൽ നിന്നാണ് സാധാരണ അടിക്കൽ. അവിടെ വില കുറവുണ്ട്. ഇവിടെ നമുക്ക് വില എന്ന് പറഞ്ഞത് 91, 97 വരുന്നുണ്ട്. ഏകദേശം 92 റുപ്യ തന്നെ. നോക്കാം.
100 ലിറ്ററിന് അടിച്ച് കിട്ടും. 91, 97. ശ്രീരംഗപട്ടണത്ത് 90, 65, 56 അങ്ങനെയൊക്കെ ഉള്ളു. അപ്പോൾ നമ്മൾ കുറച്ച് ഡീസലടിക്കുമ്പോൾ നമുക്ക് മാറ്റം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് അടിച്ചല്ലോ, ബാക്കി ശ്രീരംഗപട്ടണം അടിക്കാം. സമയം 4:15 അല്ല 4:20. അപ്പോൾ നേരെ ശ്രീരംഗപട്ടണം. നമ്മൾ ഗുണ്ടൽപേട്ട എത്തിയിട്ടുണ്ട്. ശ്രീരംഗപട്ടണം ഡീസൽ അടിച്ചാണ് ഇങ്ങനെ ഫുള്ള് അടിച്ച് പോകുന്നതാണ്. ഇവിടുന്ന് ആഡ് ബ്ലൂ ഫില്ലപ്പ് ചെയ്യാം. ശ്രീരംഗപട്ടണം 90, 56 വില. അപ്പോൾ അവിടുന്ന് ഫുള്ളാക്കി. ഇപ്പോൾ ആഡ് ബ്ലൂ അടിക്കുക. ആഡ് ബ്ലൂ അടിച്ചിട്ടില്ലായിരുന്നു. ആഡ് ബ്ലൂ നമ്മൾ ഗുണ്ടൽപേട്ട എത്തുന്നതിന് മുമ്പാണ് നമ്മൾ സാധാരണ അടിക്കൽ. അപ്പോൾ ഞാനൊന്ന് ഉറങ്ങിയിരുന്നു. അപ്പോൾ കാക്ക അവിടെ കണ്ടിട്ടില്ല. കാക്ക അത് കാണാതെ മിസ്സായി. അപ്പോൾ പിന്നെ വേറെ ഗുണ്ടൽപേട്ട കഴിഞ്ഞിട്ടുള്ള നമ്മളെ ഭാരത് പമ്പിൻ്റെ അടുത്തുള്ള അവിടുന്ന് അടിക്കുക. നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് സൈറ്റ് വരുന്നത് വാഴക്കാടാണ്. മലപ്പുറം എടവണ്ണപ്പാറ, അരീക്കോട് കഴിഞ്ഞ് എടവണ്ണപ്പാറ കഴിഞ്ഞ് 2 കിലോമീറ്റർ വന്നിട്ടാണ് വാഴക്കാട്. രാത്രി ഇപ്പോൾ നേരം 8 മണി 8:30 ആയിട്ടോ. ഇവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട്. അതിക്കുള്ള കല്ലാണ്. അതാണ് വീട്. പകലൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി സൈറ്റായിരുന്നു കാണാൻ. ഒരു മലമുകളിലായതുകൊണ്ട് വാഴക്കാട് അങ്ങാടിയാണ് ലൈറ്റ് കാണുന്നത്. അപ്പോൾ ലോഡറുകളൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ മടങ്ങി രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കാവന്നൂർ ഫുഡീസ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോൾ സമയം ഇപ്പോൾ 12:15. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നുകാണ്ടൊക്കെ ആകുമ്പോഴത്തേന് കുറച്ചുകൂടി സമയമാവും. അവരൊക്കെ വീട്ടിലൊക്കെ ഇറങ്ങിയതല്ലേ. അപ്പോൾ നമ്മളീ ലോഡും വീഡിയോയും ഇതോട് തീർന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ, പുതിയൊരു ലോഡ് വിശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.